ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നത്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. അപ്പോൾ ഇത് നിങ്ങൾ കാണുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഞാൻ എല്ലാ വീഡിയോസും ഞാൻ 7:30 മുതൽ ഞാൻ ഇടുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും 7:30 എൻ്റെ വീഡിയോയ്ക്ക് ആയിട്ട് കാത്തിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ ഞാൻ പുതിയ റെസിപ്പീസുമായിട്ടായിരിക്കും ഇനി വരുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും വേണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് കൂടുതൽ ആവശ്യം. അപ്പോൾ എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം ഞാൻ അതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് മസൂർ ദാലാണ്. നമ്മൾ ചുമന്ന പരിപ്പില്ലേ, ആ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്കത് നന്നായിട്ട് കഴുകി ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ പരിപ്പ് വേണം എടുക്കാൻ കേട്ടോ. ഇതാണ് ഈ നമ്മുടെ ഈ ഉണ്ടാക്കുന്ന കറിക്ക് ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നന്നായിട്ട് കഴുകി എടുത്ത് ഇനി ഞാനൊരു സ്പൂൺ അതിൻ്റെ അകത്തോട്ട് ഇടും. കാരണം നന്നായിട്ട് ഇത് പൊങ്ങിക്കളയൂല. ഇതൊരു സ്പൂൺ ഇടുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഒരു വീഡിയോയിൽ കണ്ടതാണ്, അങ്ങനെയാണ് ഞാൻ ഇട്ടത്. പക്ഷേ അത് പൊങ്ങിക്കളഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ഒരു സ്പൂൺ അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചുകൊണ്ട് നമുക്കൊന്ന് വേകാനായിട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ ഇവിടെ ചട്ടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് രമ്പേല ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം രമ്പേല എണ്ണയിലിട്ടിട്ട് വാട്ടുമ്പോഴാണ് അതിനുള്ള ആ ടേസ്റ്റ്, അതിൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തതാണ്, അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി രണ്ടും നന്നായിട്ട് മൂത്ത് വരണം. ആ മൂത്ത് വരുമ്പോഴാണ് ഈ കറിക്കൊക്കെ ആ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് എന്താണെന്ന് പറയുക, ഒരു വലിയ സവാള അരിഞ്ഞെടുത്തതാണ്, അത് അതിലേക്ക് ചേർക്കാം. പച്ചമുളക് എടുത്തിട്ടുണ്ട്, 3-4 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് ചെറിയ ഉള്ളിയില്ല സവാള വേണം ചേർക്കാൻ കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യമേ കുറച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ടല്ലോ. ഇനി ഒരു വലിയ ടൊമാറ്റോയാണ്, ചെറുതാണെങ്കിൽ 2 എടുക്കണേ. ഇനി അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂട്ടിയിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങ് വെന്തങ്ങ് ഉടഞ്ഞ് അങ്ങ് പോയി. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇനി അതിലേക്കുള്ള പൊടികൾ ചേർക്കുക. ഇനി ഞാൻ അവിടെ 1 സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ആണെങ്കിൽ 1.5 ചേർത്ത് കൊടുക്കണം കേട്ടോ, എന്നാലേ കറക്കി ഒരു എരിവ് കിട്ടുള്ളൂ. ഇനി ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്, അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കുന്നത് എന്താണ്, പെരുംജീരകപ്പൊടിയാണ്. പെരുംജീരകപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഇനി എല്ലാം കൂട്ടിയിട്ട് അതിൻ്റെ പച്ച മണം മാറുന്നത് വരെ നമുക്ക് എല്ലാം കൂട്ടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ, അതിൻ്റെ പച്ച മണം നന്നായിട്ട് മാറണം. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പരിപ്പില്ലാതെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം കൂടെ നമ്മൾ ആ കുക്കറിൻ്റെ അകത്ത് തൊട്ട് തന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അതുകൂടെ ചേർത്ത് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടെ കൂട്ടിയിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതൊന്ന് തിളച്ച് വരണം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ഈ ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെ അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു മസാല പരിപ്പ് കറിയാണ്. നിങ്ങളതൊന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയിലൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളിത് താളിക്കൊന്നും വേണ്ട, നന്നായിട്ടൊന്ന് തിളച്ചാൽ മാത്രം. കാരണം നമ്മൾ എണ്ണയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇനി താളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്കത് മൂടി വയ്ക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്കിട്ട് കുറച്ച് പെരുംജീരകപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ പെരുംജീരകപ്പൊടി അപ്പം ചേർക്കുമ്പോൾ അതിൻ്റെ കൂടെ ടേസ്റ്റ് കിട്ടും. അപ്പം കണ്ടോ, അതിൻ്റെ ആ വീഡിയോ എൻ്റെ ഒന്ന് സ്കിപ്പായി പോയതാണ്. അപ്പം നിങ്ങളൊരു കുറച്ച് പെരുംജീരകം കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ. താങ്ക്